നരിയാണിയുടെ താഴെ തുണി പോയ കുറെ ആളുകൾ, ചെറുപ്പക്കാര്, കുട്ടികള്, വലിയോല്, പണ്ഡിതന്മാര്, ഖത്തീബുമാര്, അങ്ങനെ കുറെ ആളുകൾ. നരിയാണിയുടെ മേലെ തുണി കയറ്റി കൊടുത്ത കുറച്ചാണ് തീവ്രവാദികളായ കുറച്ചാണ്. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവി. ഇനി ഞാൻ പറയുന്നത് ഒന്നുകൂടെ കേട്ടോളൂ കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇതാ ഇത് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. കാല് ശ്രദ്ധിച്ചോ. അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബി റഹ്മതിക എന്ന് പറഞ്ഞിട്ട് മസ്ജിദുൻ നബവിയുടെ പുറത്ത് നിന്ന് മസ്ജിദുൻ നബവിയുടെ ഉള്ളിലേക്ക് ഒരൊറ്റ മുസ്ലിം, നരിയാണിന്റെ മേലെ തുണി കയറ്റിയെടുക്കാത്ത ഒരൊറ്റ മുസ്ലിം പ്രവേശിച്ചതായി നിങ്ങൾ തെളിയിച്ചാൽ, നബി നേതൃത്വം നൽകിയ പള്ളിയിൽ കേട്ടോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം നൽകിയ പള്ളിയിലേക്ക് തുണി വലിച്ചേച്ച് കേറി വന്നിട്ട് നബി മൗനം നീട്ടിച്ച് അത് പഠിപ്പിച്ചു കൊടുക്കാതെ, ഇതൊന്നല്ല പ്രധാനം. അബൂജഹല് നമ്മളെ അടക്കി ഭരിക്കുന്നു എന്നതാണ് പ്രശ്നം. അബൂലഹബ് നമ്മളെ ഭരിക്കുന്നു എന്നതാണ് പ്രശ്നം. നാട്ടുരാജാക്കന്മാർ ഇതിനെ ഭരിക്കുന്നു എന്നതാണ് പ്രശ്നം എന്നാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എന്റെ പോയിന്റ് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. നരിയാണിയുടെ താഴെ തുണി ഉടുത്ത ഒരൊറ്റ വ്യക്തിയെയും കൊണ്ട് മുഹമ്മദ് നബി മരിക്കണവരെ നിസ്കരിച്ചിട്ടില്ല. ഉണ്ട് നിങ്ങൾ തെളിയിച്ചോ, ഉണ്ട് നിങ്ങൾ തെളിയിച്ചോ. അപ്പൊ നമുക്ക് നോക്കാം മുജാഹിദുകൾ എന്തുകൊണ്ട് ഇത് സ്വീകരിക്കുന്നു. ഞാൻ പറയുന്നത് ഇവിടെ താടി വെക്കാത്തോലോ നരിയാന്റെ മേലെ തുണി വെക്കാത്തോലോ പറ്റി എനിക്ക് വർത്താനല്ല. ഒരു പരലോകത്തിന് വേണ്ടി ചെയ്തേ. ഇത് ഞങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നുള്ള പറയുന്നത്, ഞങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള ഈ പറയണേ. ഇനി മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ പോയിന്റ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ഉള്ളതും കുറച്ച് ഗൗരവമുള്ളതുമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നബിയുടെ കൂടെ നിസ്കരിച്ചപ്പോൾ ഉമിക്കേരി പോലെ താടി വെച്ചവരും, നേരത്തെ പറഞ്ഞ വെട്ടി ഒതുക്കി താടി ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനെ താടി വെച്ചവരും, ബ്ലേഡ് കൊണ്ട് അക്കാലഘട്ടത്തിലെ ബ്ലേഡ് അല്ലാതെ ഇപ്പോഴത്തെ ബ്ലേഡ് അല്ല, ഇനി അത് ചോദിച്ചാൽ അതിന്റെ പിന്നാലെ നടക്കണ്ട, നിരന്തരമായി വടിച്ചവരും, നേരത്തെ പറഞ്ഞല്ലോ ഏത് നവോത്ഥാന പ്രസ്ഥാനത്തിൽ താടി വടിച്ചവരും താടി കുറച്ചു വെച്ചവരുണ്ടായിരുന്നു. ശരി, അത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു. മസ്ജിദുൻ നബവിയിൽ നബിയുടെ സഹാബത്ത് നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ താടി വടിച്ചവരും താടി വെച്ചവരും ഉണ്ടായിരുന്നു എന്നാണോ? എങ്കിലും നമുക്കൊക്കെ വടിക്കാമായി. കാരണം ഇത് വെച്ചിട്ടുള്ള ഒരു പ്രയാസം ഈ ദുനിയാവില് നമ്മൾ അനുഭവിക്കുന്ന എത്ര. നമ്മൾ ആദ്യം എതിർത്ത് ഭാര്യ, പിന്നെ പെറ്റ ഉമ്മയാ, പിന്നെ ബാപ്പയാ, അല്ലേ അല്ലേ? RSS BJP മധുരങ്ങളൊന്നല്ല. ഞാൻ പറയണ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, നല്ലോണം കേൾക്കണം. ഇന്ന് മുസ്ലിംകടയിൽ ഈ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, ഇത് കേട്ടിട്ട് ഇനിയൊന്ന് വളർത്തണ്ടാന്ന് തോന്നുന്നുണ്ടോ? അന്റെ ഈമാന്റെ പുഴുക്കുത്തുണ്ടോ മുസൽമാനെ? ഈ നെട്ടിത്തടം പള്ളിയിൽ വെച്ചിട്ട് കാര്യമല്ല, അന്റെ ഈമാന്റെ പുഴുക്കുത്തുണ്ട്. ഞാൻ പറയണ ഒന്നുകൂടെ കേട്ടോ. ഇനിയിപ്പോ നമ്മളൊക്കെ വിചാരിക്കുക എന്താ, നമ്മളൊക്കെ വിചാരിക്കുക ഉമിക്കേരി പോലത്തെ ഞാനിവിടെ നിങ്ങൾ ആര് നീട്ടിയാലും നീട്ടിയില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ആഖിറം വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് തിൽക ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. നിങ്ങൾ നോക്കേ, താടിയും മീശയും വടിച്ചിട്ട്, മീശ വെച്ച് താടി വടിച്ചിട്ട് ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാജ്യത്തിന്റെ അംബാസഡറാണ്, ഒരു രാജ്യം അയച്ച ഒരാളാ, ഒരു രാജാവ് അയച്ച ആളാ, വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം അങ്ങ് തിരിച്ചു കളഞ്ഞു. ആര്? അള്ളാഹുവിന്റെ റസൂല് ആ താടി വടിച്ചവനിൽ നിന്ന് മുഖം അങ്ങ് തിരിച്ചു കളഞ്ഞു. ചോദ്യമാണ്, ആരോടോ എന്നോട് മീശയും താടി പഠിക്കാൻ പറഞ്ഞു? കേട്ടോളിട്ടോ, മുസ്ലിം സംഘടനകൾ കേട്ടോളി, മുഹമ്മദ് നബി ആരാന്ന് കേട്ടോളി. നിങ്ങൾ പറയുന്ന ഉലുവും തീവ്രവാദവും ലോകത്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചങ്ങായി അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അത് ഉലുവല്ല, അത് തീവ്രവാദമല്ല, അത് അള്ളാഹ് പഠിപ്പിച്ചതിനോടുള്ള കൂറാണ്. ഞാൻ പറഞ്ഞല്ലോ, രാത്രി മുഴുവൻ നിസ്കരിച്ചവനെ നിയന്ത്രിച്ച ഇസ്ലാം താടി നീട്ടിയവനോട് പറഞ്ഞു ഇത്രയൊന്നും നീളണ്ടയില്ല, ഇത്രയൊന്നും നീട്ടണ്ടയില്ല. അലി വല്ലാത്തൊരു താടിയാണ് അലി. ഈ അലി ഇബ്നു അബീ താലിബിന്റെ താടിയുടെ സിഫത്ത് പറയണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ പ്രത്യേകത? അതായത് പുറത്തുനിന്ന് അലി ഇബ്നു അബീ താലിബ് അങ്ങോട്ട് നടന്നു പോവാണ്, എന്താ കാണാറിയോ? രണ്ട് ചെവിക്കുറ്റിന്ന് ഷോൾഡറിലേക്ക് വികസിച്ച് നെഞ്ഞിലേക്ക് വലിയ പുല്ല് കൊണ്ട് മടഞ്ഞ പോലുള്ള താടി. ആരുടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് പിന്നെ ഫാത്തിമയെ, കരളിന്റെ കരളായ ഫാത്തിമയെ നബി കെട്ടിച്ചു കൊടുത്ത അലി ഇബ്നു അബീ താലിബിന്റെ തടി ഈ രണ്ട് ഷോൾഡറിൽ കൂടെ പുറത്തുനിന്ന് ബാക്കിന്ന് നോക്കിയാൽ കാണായിരുന്നു. അപ്പൊ എന്ത് മനസ്സിലായി? താടി ഒരു ഭാഗത്ത് താടി വിട്ടേക്കണം എന്ന് നബി പറയാ. ആ വിട്ടതിന്റെ നീട്ടവും ഗൗരവവും സഹാബത്ത് ഇങ്ങനെ ചെയ്യാ. നബി അതിനിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയതുമില്ല. നല്ലോണം മനസ്സിലാക്കണേ, നല്ലോണം മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം കൂടി എനിക്ക് മുജീബുർ റഹ്മാൻ കിനാലൂരിനോടൊക്കെ ഞാൻ പറയാം.
അശ്ശമായിലുൽ മുഹമ്മദിയ്യ എന്ന് പറഞ്ഞൊരു പുസ്തകം യുവത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അശ്ശമായിൽ മുഹമ്മദിയ്യ തുർമുദിയുടെ ആ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഈ താടി നീട്ടാൻ പഠിച്ചത്. കാരണം മടവൂരികൾ യുവതയിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണ് ജുബ്ബയുടെ അളവുള്ളത്, നബിയുടെ ജുബ്ബ കൈയുടെ അളവ്. ഞാൻ അവിടുന്ന് ഈ അളവെടുത്തത് അശ്ശമായിൽ മുഹമ്മദിയയിൽ നിന്ന്. അത് പ്രസിദ്ധീകരിച്ച പുസ്തകക്കാർ ഇന്ന് ആ പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ച് നബി ഇതാകുന്നു കേട്ടോ എന്ന് നബിയുടെ ചലനവും മൂക്കും കണ്ണും പിരുകവും നബിയുടെ നിരച്ച മുടികളും നബിയുടെ വിശ്വാസവും വേഷവും വസ്ത്രവും ഭക്ഷണവും രീതിയും എല്ലാം പഠിപ്പിച്ചിട്ട് ആ പുസ്തകം അനുസരിച്ച് ജീവിക്കുന്ന നമ്മളെ നേരെ കുതിര കയറുക. ചിന്തിച്ചോളി, നല്ലോണം ചിന്തിച്ചോളി, നല്ലവണ്ണം ആലോചിച്ചോളി. മീശയും താടിയും പിടിച്ചവനോട് കോപിച്ചത് റസൂലുള്ളാഹ്. നിങ്ങളോ താടി വെച്ചവനോട് കോപിക്കുന്നു, മീശ വെട്ടിച്ചെറുതാക്കിയവനോട് കോപിക്കുന്നു, നരാണിയുടെ മേലെ തുണി ഉടുത്തവനോട് കോപിക്കുന്നു. നിങ്ങൾ എവിടെ എത്തി? അല്ലെങ്കിലും ഞാൻ ഈ IS അവിടെ കൊണ്ട് ഈ ബോംബ് തുപ്പുമ്പോ ഇവിടെ താടിന്റെ വർത്താനം പറഞ്ഞിരിക്കുക. എടോ ആടെ മനുഷ്യന്മാരെ താടി കത്തിപ്പോന്ന് ബോംബ് ഇട്ടിട്ട്. നമ്മുടെ എനർജിയുടെ ഭൂരിപക്ഷം ഇതിന് ചെലവഴിച്ചു. ഇതൊക്കെ നീണ്ട താടിയുള്ളത് കൊണ്ടാണ്. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഇത്രയേറെ താടിയുള്ള ഹാറൂൻ അലൈഹിസ്സലാമിന്റെ താടി പൊക്കിൾ കൊടി വരെ ഞാൻ സ്വർഗത്തിൽ ഇബ്രാഹിം നബിയെ കണ്ടു, നീണ്ട താടിയുള്ള ഒരു മനുഷ്യനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇവിടുത്തെ മുസ്ലിങ്ങളാരെ ഞങ്ങളുടെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ ഗുരു നാനാക്ക് എന്ന മനുഷ്യനെ അനുസരിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ സിഖുകാരും താടി വെച്ചു. ഇന്ദിരാഗാന്ധിയെ കൊന്നത് സിഖ് ഭീകരവാദികളാണ്. അതുകൊണ്ട് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കരുത് എന്ന് ലോകത്ത് വിവരമുള്ള ആരും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ താടിയുടെയും പ്രവാചക സുന്നത്തിന്റെയും നേരെ കുതിര കയറുന്നവരുടെ സ്വഭാവം അവരുടെ ഈമാനിൽ പുഴുക്കുത്തുണ്ട്, അവരുടെ വിശ്വാസത്തിൽ പുഴുക്കുത്തുണ്ട്. അവർ നബിയാണ് പരിഹസിക്കുന്നത്, അവർ സഹാബത്തിനെയാണ് പരിഹസിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എടുക്കുന്നവരോടുള്ള നിങ്ങളുടെ സമീപനം നിങ്ങൾ പരിശോധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ശിക്ഷ എന്ന വാചകം നിങ്ങൾക്ക് ബാധകമായി ചേരുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അവിടെ നിങ്ങൾ തിരിച്ചു പോരണം. ജനങ്ങളൊന്നും അങ്ങനല്ല, ഇതൊക്കെ നേതാക്കന്മാര് ഉണ്ടാക്കുന്ന ചില പൊല്ലാപ്പുകളാണ്. ഇനി നമ്മൾ എന്താണ് IS? എന്താണ് IS എന്താണ്? ഞാൻ സഹോദരങ്ങളെ, നമ്മൾ മറന്നുപോയി, വന്ന വഴികൾ മറന്നുപോയി. വന്ന വഴികൾ മറക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും അറിയോ? ഒരു ചെറിയ ചരിത്രം പറയാം. നിങ്ങൾക്കിപ്പോ ഗുജറാത്തിലെ ചില പുസ്തകങ്ങളെ പറ്റിയൊക്കെ പത്രത്തിൽ നിങ്ങൾ വായിക്കില്ലേ? സിലബസ് മാറ്റിയ പുസ്തകങ്ങൾ, സാങ്കി ടീം മാറ്റിയ പുസ്തകങ്ങൾ, മൂഞ്ചയുടെ ടീം മാറ്റിയ പുസ്തകങ്ങൾ, ഗോൾവാൾക്കറിന്റെ ടീം മാറ്റിയ പുസ്തകങ്ങൾ. എന്താണെന്നറിയോ നിങ്ങൾക്ക്? എന്താ നോക്ക്, 10 കൊല്ലം മുമ്പ് പടച്ചോന്റെ തൗഫീഖ് കൊണ്ട് ഒരിക്കൽ എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. പാവം രാഷ്ട്രപിതാവായ ഗോഡ്സെ, ചിന്തിക്കണം, വാചകം ശരിക്കും ശ്രദ്ധിക്കണം. പാവം രാഷ്ട്രപിതാവായ ഗോഡ്സെയെ മതപരാന്തനായ ഗാന്ധിജി കൊന്നു എന്ന് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ പാഠപുസ്തകത്തിൽ പഠിക്കുന്ന ഒരു കാലം വന്നിട്ടില്ല. എന്റെ പേര് മാറ്റിട്ട് ഇത് 10 കൊല്ലം മുമ്പ് ഈ ശൈലിയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തുണ്ടായി? രാജ്യദ്രോഹിയായ ഗാന്ധിജിയെ രാജ്യഭക്തനും രാജ്യസ്നേഹിയുമായ ഗോഡ്സെ കൊന്നത് ഞങ്ങൾ ന്യായീകരിക്കുന്നു. ഗോഡ്സെ അമ്പലമുണ്ടാക്കി വാഴ്ത്തപ്പെടേണ്ടവനാകുന്നു എന്നർത്ഥം. ഇനി ഞങ്ങളോടൊന്ന് പറയട്ടെ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവമാണ്. എന്റെ വീട്ടിൽ പ്രബോധനം ചേർക്കാൻ ജമാഅത്തെ ഇസ്ലാമി വന്നപ്പോൾ ഞാനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒരൊറ്റ വിയോജിപ്പല്ലേ. എന്താന്ന് ചോദിച്ചു. മൗദൂദി മഅ്സൂമാണ് നിങ്ങൾ വിശ്വസിക്കുന്നു. ശരിക്കും ശ്രദ്ധിക്കണേ, അബല്ലാല മൗദൂദി മഅ്സൂമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ആര് പറഞ്ഞു? അമ്പിയാക്കളല്ല മൗസൂമിങ്ങൾ. അപ്പൊ ഉടനെ ഞാൻ ചോദിച്ചു, ശരി മൗദൂദിക്ക് പറ്റിയൊരു തെറ്റ് പറയും. ഉടനെ ഞാൻ അവരോട്, ശരി മൗദൂദിക്ക് പറ്റിയൊരു തെറ്റ് പറയും. ചേർത്താതെ ഇറങ്ങി. ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചാൽ. നിങ്ങൾ കേട്ടോളൂ. ടി ആരിഫ് അലി മൗദൂദിയുടെ എല്ലാ വാദവും ഞങ്ങൾക്കില്ല എന്ന് പറയുന്നത് വരെ ജമാഅത്തെ ഇസ്ലാമിയിൽ ആരെങ്കിലും മൗദൂദിക്ക് തെറ്റുപറ്റിയെന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പോ
മൗദൂദിയെ തള്ളി പറഞ്ഞു. ഇനി ഞാൻ ഒരു ഇവിടെ ഈ മുസ്ലിം അങ്ങാടിയിൽ ഞാൻ 10 കൊല്ലം മുമ്പ് പ്രസംഗിച്ചാറില്ലേ, ഇനി 10 കൊല്ലം അപ്പുറത്തേക്ക് ഞാൻ ഒരു പ്രസംഗം നടത്തുകയാണ്. മൗദൂദി എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളുമായി ഒരു ബന്ധവുമില്ലെന്ന് പറയുന്ന ഒരു ദിവസം ജമാഅത്തെ ഇസ്ലാമിക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. സുഹൃത്തുക്കളെ, ഗൗരവമായ ഒരു ചരിത്രം, ലോകത്ത് ജൂതന്മാർ കെട്ടിപ്പടുത്ത ഒരു ചരിത്രം, അബ്ദുല്ലാഹ് ഇബ്നു സബയിന്റെ മുമ്പിൽ മൂസാ നബിയെ വട്ടം കറക്കിയ ഒരു ജനതയുടെ ചരിത്രം, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങളെ കൊണ്ട് പൊതിഞ്ഞിട്ടും അല്ലാഹുവിനെ ധിക്കരിച്ച ഒരു ജനതയുടെ ധിക്കാരത്തിന്റെ ചരിത്രങ്ങൾ ലോക ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സഹോദരങ്ങളെ, ലോകത്തിന്റെ ചരിത്രം എഴുതിയിട്ടുള്ള നമ്മുടെ ചരിത്രകാരൻ, എത്രയെത്ര ചരിത്രകാരന്മാർ, അവരൊക്കെ എഴുതി രേഖപ്പെടുത്തിയ ചരിത്രത്തിന്റെ താളുകളിലൂടെ കടന്നുപോയാൽ നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെടും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇസ്ലാമിക് സ്റ്റേറ്റ് ആ വാദം ആർക്കുണ്ടായിരുന്നത്? മൗദൂദിക്ക് ഉണ്ടായിരുന്നത്. ദീൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആർക്കത് ഖുതുബാത്താണ്. ഇത് നമ്മൾ എടുക്കുകയാണ്, നമ്മളെ കൊണ്ട് എടുപ്പിച്ചതാണ്. നിങ്ങൾ എടുത്തോളൂ, പറഞ്ഞോളൂ, ഞങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കോളൂ എന്ന് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് എടുത്താ. നോക്ക്, ഈ ഖുതുബാത്ത് അബുൽ അഅ്ലാ മൗദൂദി 16ാമത്തെ പതിപ്പ്. ഈ പുസ്തകത്തിൽ ജിഹാദിന്റെ പ്രാധാന്യം എന്ന 2 അധ്യായങ്ങളുണ്ട്. ആ അധ്യായത്തിൽ എന്താ പറയുന്നത്? നല്ലോണം വായിച്ചോളി, നല്ലോണം മനസ്സിലാക്കിക്കോളി, നല്ലവണ്ണം മനസ്സിലാക്കിക്കോളി. ഇതിൽ എവിടെയൊക്കെ ഏതൊക്കെ രൂപത്തിൽ പറയുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്രയും പ്രസ്താവിച്ചതിൽ നിന്ന് ഭരണദൂഷ്യമാണ് സകല സാമൂഹ്യ നാശങ്ങളുടെയും മൂലകാരണം എന്ന പരമാർത്ഥം നിങ്ങൾ നല്ലപോലെ ഗ്രഹിച്ചുവല്ലോ. ജനങ്ങളുടെ ചിന്താഗതിയും ആദർശങ്ങളും പിഴച്ചു പോവുകയും സ്വഭാവം ദുഷിക്കുകയും മനുഷ്യശക്തിയും യോഗ്യതയും അബദ്ധമാർഗങ്ങളിൽ വ്യയം ചെയ്യപ്പെടുകയും ക്രയവിക്രയങ്ങളുടെയും ഇടപാടുകളുടെയും ചീത്തരൂപങ്ങളുടെ ദുഷ്ട ഉപജീവന മാർഗങ്ങളും പ്രചാരത്തിൽ വരിക, അന്യായമായും അക്രമവും അതിരുവിട്ട് വർദ്ധിച്ച് ജനത ശാരീരികമായും സാമ്പത്തികമായും ആത്മീയമായും മതപ്പതിക്കുകയും ഇതെല്ലാം തന്നെ അധികാരക്കടിഞ്ഞാൻ ദുഷിച്ച കരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിന്റെ ദുഷ്ടഫലങ്ങൾ മാത്രമാകുന്നു. അതുകൊണ്ട് ഈ ഭരണം തച്ചുടച്ച് അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കുക IS-ന്റെ മുഖ്യ ലക്ഷ്യത. IS-ന്റെ അബൂബക്കർ ബഗ്ദാദി പറയുന്നത് സയ്യിദ് ഖുതുബിൽ നിന്നും അബുൽ അഅ്ലാ മൗദൂദിയിൽ നിന്നുമാണ് ഞാൻ ഈ ആശയം പഠിച്ചത്. തീർന്നില്ല, എനിക്ക് ഇതിന്റെ ഒരുപാട് ഭാഗം വായിക്കാൻ പൂതിയുണ്ട്, വായിക്കും ഇൻഷാ അല്ലാഹ്. അത് വായിക്കേണ്ട വിധത്തിൽ വായിക്കും, എല്ലാരെ കൊണ്ടും വായിപ്പിക്കുകയും ചെയ്യും. നോക്കേ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നീ ആരാധനാ കർമ്മങ്ങൾ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയതിൽ ഇതേ ഒരുക്കങ്ങളും പരിശീലനങ്ങളും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. നോമ്പ് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കാത്തത്, നമസ്കാരം കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കാത്തത്, സക്കാത്ത് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കാത്തത്, ഹജ്ജ് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കാത്തത്. കാരണം ഈ 5 ആരാധനയുടെ ഉദ്ദേശം എന്ത് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. മൗദൂദി പറയുന്നത് ഭരണം സ്ഥാപിക്കാനാണ് ഈ ആരാധന. അല്ലാഹ് പറഞ്ഞോ? റസൂല് പറഞ്ഞോ? ഇല്ല. റസൂല് ഹജ്ജിനെ പറ്റി എന്താ പറഞ്ഞ്? ഉമ്മ പെറ്റ അവസ്ഥയിൽ നിങ്ങൾ മടങ്ങാനാണ്, അധികാരം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞു. ഹജ്ജ് അന്താരാഷ്ട്ര സമ്മേളനാണ്, അതൊരു പട്ടാളത്തെ രൂപപ്പെടുത്താനാണ്, ആ പട്ടാളത്തെ രൂപപ്പെടുത്തി ഭരണം പിടിക്കാനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ മൗദൂദി പറഞ്ഞു. മൗദൂദിയുടെ വ്യാഖ്യാനം മൻഹജുസ് സലഫിനെതിരാണോ? ആണോ? തീർന്നില്ല. മൗദൂദി ചോദിക്കുന്നത്, നിങ്ങൾ ഇത്രയും കാലം എന്താ വിചാരിച്ച് നിസ്കാരം അള്ളാഹിന്റെ അടുത്ത് സ്വീകരിക്കാനുള്ള ഒരു ആരാധന എന്നല്ല നിങ്ങൾ വിചാരിച്ച്? ഇത് ഭരണം സ്ഥാപിക്കാനുള്ള ട്രെയിനിങ് ആണ് ഇന്ന് വരെ നിങ്ങൾ ആരെയും പഠിപ്പിച്ചിട്ടുണ്ടോ? പുതുതായി ഞാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഇതിലുള്ള വാചക. ഇതാരാ പ്രസിദ്ധീകരിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ഇതാരാ പ്രസിദ്ധീകരിച്ചത്? സുഹൃത്തുക്കളെ, സാധുക്കളായി ഇന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരെ നിങ്ങൾ ഇതൊക്കെ വിട്ടിട്ടുണ്ട്. നിങ്ങളെ പറ്റിയല്ല പറയുന്നത്. നിങ്ങളെ നായകനാണ് ലോകത്ത് IS ഉണ്ടാക്കാനുള്ള ദാർശനികമായ പശ്ചാത്തലം ഒരുക്കി സയ്യിദ് ഖുതുബും മൗദൂദിയുമാണ് IS-ന് ആവശ്യമായ ആത്മീയമായ തലം നൽകിയത്. അതിന് ഭൗതികമായ തലമൊരുക്കിയത് അമേരിക്ക, ബ്രിട്ടൻ, ഇസ്രയേൽ. അത് ഞങ്ങൾക്ക് വേറെ പറഞ്ഞു തരും. അതിന് ആത്മീയ കളമൊരുക്കിയത് സയ്യിദ് ഖുതുബും അബുൽ അഅ്ലാ മൗദൂദിയും. തീർന്നില്ല. ജിഹാദിന്റെ ലാസ്റ്റ് അധ്യായത്തിന്റെ തുടക്കം എന്താ? എല്ലാരും മനസ്സിലായിക്കോളി. എന്താ നമ്മൾ മനസ്സിലാക്കുക? നല്ലോണം ശ്രദ്ധിച്ചു കേട്ടോളി. നിങ്ങൾ ഞങ്ങൾക്ക് ആ ഭാഗം കൂടി ചെറുതായിട്ട് വായിച്ച് കേൾപ്പിച്ചു തരാം, വളരെ ചെറുതായി. നോക്ക്, ദീനിന്റെ അർത്ഥം അനുസരണം എന്നാകുന്നു. ശരീഅത്ത് എന്ന് നിയമവ്യവസ്ഥക്കാണ് പറയുന്നത്. ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അടിമവൃത്തിയാകുന്നു. കേൾക്കണം, നിങ്ങൾ എല്ലാവരും എടുക്കണം. എന്നിട്ട് പറയുന്നതോ, ഈ വിശദീകരണത്തിൽ നിന്ന് ദീനെന്നാൽ യഥാർത്ഥ സ്റ്റേറ്റ് ആണെന്നും ശരീഅത്ത് ആ സ്റ്റേറ്റിന്റെ നിയമവ്യവസ്ഥയാണെന്നും ആ നിയമവ്യവസ്ഥ അനുസരിച്ച് ജീവിതം നയിക്കുന്നതിനാണ് ഇബാദത്ത്.
ഇസ്ലാമിക ഭരണകൂടത്തെ അനുസരിച്ച് ജീവിക്കലാണ് ഇബാദത്ത്. ഇസ്ലാം എന്ന ദീൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആണ്, അതാണ് IS. അതുണ്ടാക്കിയത് ഇവരാണ്, മനസ്സിലാക്കണം. അതിന് ദാർശനിക തലം മെനഞ്ഞത് ഇത് ഖുത്ബാത്തിലുള്ളതാ, നമ്മുടെ വകയല്ല. അല്ല, സെലഫികളല്ല തീവ്രവാദം ഉണ്ടാക്കി. അതിലേറ്റവും രസം തറിയോ, അതിലേറ്റവും രസം നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. സെലഫികളുടെ ഏറ്റവും വലിയ പോരായ്മ എന്താന്ന് പറയണ അറിയങ്ങള് ഈ പ്രബോധനത്തിൽ പറയാണ്. സെലഫികളുടെ പോരായ്മ എന്താണ്? കേട്ടോളി, ഞങ്ങള് ശരിക്കും കേട്ടോളി. എന്തൊക്കെ പോരായ്മയുള്ളതെന്നറിയോ? ഇതാ, ഇസ്ലാമിക പ്രവർത്തനത്തിനാണെങ്കിൽ പോലും സംഘടനകൾ രൂപീകരിക്കുന്നതിനെ യമനി സലഫിസം കഠിനമായി എതിർക്കുന്നു. സംഘടനാവൽക്കരണം സൃഷ്ടിക്കുന്ന തിന്മകളാണ് കാരണമായി പറയുന്നത്. കക്ഷിത്വത്തിലേക്ക് ക്ഷണമാണ് സംഘടന നടത്തുന്നത്. സ്ഥാപനവൽക്കരണം അവയെ ദുഷിപ്പിക്കും. സംഘടനാ നേതൃത്വം, തെരഞ്ഞെടുപ്പ്, അവർക്കുള്ള അനുസരണം തുടങ്ങിയ ജനാധിപത്യത്തിന്റെ രീതി. ഇനി കേട്ടോളി, ജനാധിപത്യം ഇസ്ലാമിക വിരുദ്ധമാണ്. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കരുത്, സിട്ടാവണിയല്ലാതെ സിട്ടികളെ അനുസരിക്കരുത്. ഇതാണ് അത്രയും സെൽഫികൾ പറയുന്നത്. ഇതാരെയും പറഞ്ഞത്? ഇത്രയും കാലം പ്രായം ചെന്ന മനുഷ്യന്മാരെ നിങ്ങൾ കൂട്ടത്തിൽ നിൽക്കില്ലേ? ഇതാരാ പറഞ്ഞു? ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ എന്താ പറയുന്നത്? സെൽഫികളാണ് അത്ര വോട്ട് ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞത്, ജനാധിപത്യം കുഫ്രാണെന്ന് പറഞ്ഞത്. എങ്ങനെയുണ്ട് ഇത്? പുതിയ പ്രബോധന മുസൽമാനെ, പുതിയ പ്രബോധന. ഇനി എന്താ ജമാഅത്തെ ഇസ്ലാമി? നമ്മൾ പരിശോധിക്കുക. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ അവരുടെ പുസ്തകങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടത് ശരിക്കും എന്താണ് സുഹൃത്തുക്കളെ? നമ്മൾ ശരിക്കൊന്ന് മനസ്സിലാക്കുകയും വിലയിരുത്തുകയും വേണം. അതെന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കുക. ഓരോ കാര്യങ്ങൾ ഇതെന്തിനാ ഞാൻ പറയണ അറിയോ? ഇതൊക്കെ നമ്മൾ പറയണ എന്താന്ന് വെച്ചാൽ, ഇതാരാ അവിടെ അത് കൊണ്ടുവന്ന്? ഇവിടെ ലോകത്ത് ഈ മനുഷ്യന്മാർക്കൊക്കെ ഈ വക കാര്യങ്ങൾ കൊടുത്തത് ആരാണ് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണ്ട. അല്ലേ എന്താണെന്നറിയോ? അല്ലെങ്കിൽ ഇതൊക്കെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. കാര്യങ്ങൾ ശരിക്കും ജനങ്ങളെ പഠിപ്പിച്ച് ക്ലീനാക്കി. ഏത് ഇന്നത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാര് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ നിങ്ങളോടല്ല, നിങ്ങളുടെ നേതാക്കന്മാർ, നിങ്ങളുടെ മൗദൂദി സായി അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ അതെന്താണ്, അതിന്റെ അപകടം എന്താണ്, അതാണ് ശരിക്കും ഇവിടെ പരിശോധിക്കപ്പെടേണ്ടതും വിലയിരുത്തപ്പെടേണ്ടതും. അതെന്തൊക്കെയാണ്? അത് അവര് പറഞ്ഞത് ആധുനിക മതേതരത്വത്തെ കുറിച്ച്, ജനാധിപത്യത്തെ കുറിച്ച് അവർ പറഞ്ഞത് എന്താണ് നമ്മൾ നോക്കാം. മൗദൂദിയുടെ ഗ്രന്ഥരചനകളിൽ വന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അദ്ദേഹം പറയാം, മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്നു പ്രസ്താവിക്കുന്നു, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഈമാനിനും ഘടകവിരുദ്ധമാണ്. ഏത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ എന്താ പ്രബോധനത്തിൽ ഇത്? ജനാധിപത്യം കുഫ്രാണെന്ന് സെലഫികൾ പറയുന്നു. ഞാൻ ഉറച്ചു പറയുന്നു, ഇഖ്വാനുൽ മുസ്ലിമീന്റെ ആളുകൾ സെലഫി പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ കയറി നിങ്ങൾ പറയുന്നു, എന്നിട്ട് നിങ്ങൾ അത് സെലഫികളുടെ തലയിലിടുന്നു. ഇനി കേട്ടോ, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ്. നിങ്ങൾ അതിന്റെ മുമ്പിൽ സർവാത്മന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആന്റെ പറകൊട്ട് വലിച്ചെറിയലായിരിക്കും. നിങ്ങൾ അതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതരോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. നിങ്ങൾ അതിന് കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും. ഏതൊരു പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങളെ നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നുണ്ടോ, അതിന്റെ ആത്മാവും ഈ അവിശുദ്ധ വ്യവസ്ഥിതിയുടെ ആത്മാവും തമ്മിൽ തുറന്ന സമരത്തിലാണ്. അതിന്റെ മൗലിക തത്വങ്ങളും ഇതിന്റെ മൗലിക തത്വങ്ങളും തമ്മിൽ പ്രത്യക്ഷ സംഘട്ടനത്തിലാണ്. അതിന്റെ ഓരോ ഘടകവും ഇതിന്റെ ഓരോ ഘടകവുമായി സന്ധിയില്ലാത്ത യുദ്ധത്തിലാണ്. പ്രസ്തുത വ്യവസ്ഥിതിയുമായി ഇസ്ലാം യോജിക്കുന്ന ഒറ്റ പോയിന്റുമില്ല. ആ വ്യവസ്ഥിതി അധികാരം വായുന്നിടത്ത് ഇസ്ലാം വെറും ജലരേഖയാണ്. ജനാധിപത്യ രാജ്യത്ത് ഇസ്ലാമില്ല. ആലോചിച്ചോക്കെ, ഈ തത്വമാണ് ഇന്ന് IS പ്രചരിപ്പിക്കുന്നത്, ഡായിഷ് പ്രചരിപ്പിക്കുന്നത്. ഇത് മൗദൂദി സാഹിബിന്റെ രചനയാണ്, സയ്യിദ് ഖുതുബിന്റെ രചനയാണ്. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി അബദ്ധം മനസ്സിലാക്കി അവർ തിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രസിദ്ധീകരണം ഇന്നും നിലനിൽക്കുന്നു. ആ പ്രസിദ്ധീകരണവും മൗദൂദി എഴുതിയും തെറ്റാ നിങ്ങൾ പറയൂ, നമുക്ക് ഒന്നിച്ചെന്ന് തീർക്കാം. എന്നിട്ട് ആ തെറ്റായ ആശയം സെലഫി പ്രസ്ഥാനത്തിന്റെ ഉള്ളിലേക്ക് കടത്തിക്കൂട്ടിയവരെ ശരിക്കും വിലയിരുത്തിയവരെ പുറത്തു നിർത്തൂ. എങ്കിൽ സെലഫികളെ നിങ്ങൾക്ക് ഒരു നിലക്കും തുടങ്ങിയില്ല. അതാണ് എനിക്ക് ആ കാര്യത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ കൂടുതൽ വായിക്കണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇവിടെ പറയണമെന്ന് ഞാൻ വിചാരിച്ച ഈ തീവ്രത ഞാൻ ക്ലിയറായി നിങ്ങളോട് പറഞ്ഞു. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, പുറ്റിങ്ങൽ എന്ന് പറയുന്ന ഭഗവതി ക്ഷേത്രത്തില് പിന്നെ വെടിക്കെട്ടുണ്ടായി. ഇതൊരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയാണ്. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ എന്താ അവിടെ നടന്നത്? 113 ആളുകൾ മരിച്ചു, വളരെ വളരെ ക്രൂരമായ വിധത്തിൽ കൊല്ലപ്പെട്ടു. ശരിക്കും എന്താ അവിടെ നടന്നത് നിങ്ങൾ ആരും പഠിച്ചോ? അതുപോലെ നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതെന്താ? അതായത് അവിടുത്തെ നാട്ടുകാര്, എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു സഹോദരിയെ
പറവൂരേക്ക് കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ പറവൂരേക്ക് കൊല്ലം ജില്ലയിലെ ഈ ക്ഷേത്രത്തിന്റെ പരിസരം, ഞാൻ അതിന്റെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ സുഹൃത്തുക്കളെ, അവിടുത്തെ പരിസരവാസികളൊക്കെ പറയണേ ഈ വെടിക്കെട്ട് വേണ്ട, ഈ വെടിക്കെട്ട് അപകടമാണ്. നാട്ടുകാർ മുഴുവൻ പറയണേ. പിന്നെ ശരിക്കും ശ്രദ്ധിക്കണം, നല്ലൊരു പോയിന്റ്. നാട്ടുകാർ മുഴുവൻ പറയുന്നത് ഈ വെടിക്കെട്ട് വേണ്ട. പോലീസ് ഡിപ്പാർട്ട്മെന്റ് അനുമതി കൊടുക്കണില്ല, ജില്ലാ കലക്ടർ അനുമതി കൊടുത്തില്ല, ക്ഷേത്ര കമ്മിറ്റിയിലെ പലരും അതിനെ എതിർക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ട് പൊട്ടി? ഇത് വളരെ പ്രധാനമായ പോയിന്റാണ്. എന്തുകൊണ്ട് പൊട്ടി? അതായത് കോടിക്കണക്കിന് ഉറുപ്പിന്റെ പടക്കം വാങ്ങി വെച്ച മുതലാളിമാർ ഇത് പൊട്ടിയിട്ടില്ല, എന്ത് ചെയ്യും? അവര് പൊട്ടിച്ചു. നോക്കണേ, മുസ്ലിമിന് തീവ്രവാദമല്ല, ഹൈന്ദവന് തീവ്രവാദമല്ല, ക്രൈസ്തവന് തീവ്രവാദമല്ല, അവരാരും അല്ലത് പൊട്ടിക്കണേ. ഇനി തീവ്രവാദികൾക്കിട്ട് മതമില്ല, തീവ്രവാദികൾക്ക് മതമില്ല. ഞങ്ങൾക്ക് രസകരമായി പറഞ്ഞുതരാം. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ, അമേരിക്കയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ പോയ പ്രധാനമന്ത്രി ആരാ? ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ തുടർച്ചയായിട്ട്, ഞാൻ പേര് പറയണ്ട, തുടർച്ചയായിട്ട് പോയിട്ട് അമേരിക്കയിൽ നിന്ന് കിട്ടിയത് എന്താ? 5000 കോടിന്റെ യുദ്ധക്കോപ്പുകൾ. എന്താ? നമ്മൾ മക്കള് സാധാരണ സൂപ്പർ മാർക്കറ്റ് കൊണ്ടുപോയിട്ട് ചോക്ലേറ്റ്, മുട്ടായി, കളിക്കാൻ കാറ് ഒക്കെ വാങ്ങി കൊടുക്കല്ലേ? അമേരിക്ക ആരെ ഏറ്റവും കൂടുതൽ സൽക്കരിച്ചോ? ഓലെ കഥ കഴിക്കാനാണ്. അമേരിക്ക ഏറ്റവും കൂടുതൽ ആരെ സൽക്കരിച്ചോ? അപ്പൊ എന്തുണ്ടായത്? ചൈനങ്ങളെ ശത്രു എന്ന് പറഞ്ഞില്ലേ? പാകിസ്ഥാങ്ങളെ ശത്രു നിരന്തരമായ അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താ? ചൈനയുടെ അതിർത്തിയിൽ ഒരു ചെറിയ കളി നടന്നില്ലേ കഴിഞ്ഞ ആഴ്ച? എന്താ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി? ജനങ്ങളെ ശരിക്കും ചിന്തിച്ചോളി, ശരിക്കും ചിന്തിച്ചോളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ IS എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുള്ള ആ ദാർശനിക തലം സയ്യിദ് ഖുതുബിന്റെയും മൗദൂദിയുടേതുമാണ്. അതിന്റെ ഭൗതികമായ മുഴുവൻ കോപ്പും അമേരിക്കയുടേതാണ്, ബ്രിട്ടന്റേതാണ്, ഇസ്രയേലിന്റേതാണ്. ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രിയായ ടോണി ബ്ലെയർ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. ഇറാഖിൽ ഞങ്ങൾ ആക്രമിച്ചു, അത് ഞങ്ങൾക്ക് ഏറ്റവും പറ്റിയ അബദ്ധമായി. ഇറാഖിൽ അസായുധമുണ്ടായിരുന്നോ? ആറ്റമുണ്ടായിരുന്നോ? ഒരു പെരിശൈന പോലും കിട്ടിയിരുന്നോ? ഒരു പെരുന്നാൾ ദിവസം സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നു. 2-3 കാര്യങ്ങൾ. ഇറാഖിനെ അടിച്ച് തകർത്ത് ശിഥിലീകരിച്ചു പാശ്ചാത്യ ശക്തികൾ, സാമ്രാജ്യത്വ ശക്തികൾ. ആ സാമ്രാജ്യത്വ ശക്തികളുടെ ഞെരിഞ്ഞമർന്ന മനസ്സ് ഒരു പറ്റം യുവാക്കൾക്കുണ്ടായിരുന്നു. ലോകരാജ്യങ്ങളോട് വെറുപ്പുള്ള മനസ്സ് യുവാക്കൾക്കുണ്ടായിരുന്നു. ആ യുവത്വത്തെ പണ്ഡിതന്മാരെന്ന് പറയുന്ന ജൂതന്മാർക്ക് വേണ്ടി പണിയെടുക്കുന്ന പണ്ഡിതന്മാർ, അവർ ഈ യുവാക്കളെ ഖുർആൻ പറഞ്ഞ്, സുന്നത്ത് പറഞ്ഞ് ദുർവ്യാഖ്യാനിച്ച്, ഇസ്ലാമിക ഭരണകൂടം പറഞ്ഞ്, ജനാധിപത്യ രാജ്യത്തെ പറ്റി പറഞ്ഞ് അതിനെക്കുറിച്ച് വെറുപ്പ് പിടിപ്പിച്ച്, അതുപോലെ ഇസ്ലാമിക ഭരണകൂടത്തിലെ ഭരണാധികാരികളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് അതിനെതിരെയൊക്കെ വികാരം കൊള്ളിച്ചൊരു ടീമിനെ അവരുണ്ടാക്കി. ഇനി മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറയുന്ന കാര്യം എന്താ? ISന്റെ രൂപീകരണത്തിന്റെ കാരണം ഞങ്ങളാണ്. അദ്ദേഹം ലോകത്തോട് തുറന്നു പറഞ്ഞ എത്ര ചാനൽ കൊടുത്തു? അത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെ മൊസാദും ഞങ്ങൾക്ക് നൽകിയ വിവരം റോങ് ഇൻഫർമേഷൻ ആയിരുന്നു. എന്നിട്ട് പറയണേ, അമേരിക്കൻ ഇന്റലിജൻസിന്റെ തലവൻ 3 കോടി രൂപ ISന് ക്യാമ്പ് നടത്താൻ കൊടുത്തു. ഇനി നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കി, കാണുന്ന എല്ലാ അമ്പലത്തിലും ബോംബിടുന്ന കുറെ ഹൈന്ദവരെ കൂടുതൽ കൊല്ലുന്ന കുറെ ഹൈന്ദവര്, അത് ഉണ്ടാവോ? ചർച്ചുകൾ മാത്രം ബോംബിടുന്ന ക്രിസ്ത്യാനി ഗ്രൂപ്പ് ഉണ്ടാവോ? ഒരു ടീമെ ഇറങ്ങാ തീവ്രവാദമായി, അവർ കൊല്ലുന്നത് 90% മുസ്ലിങ്ങളെ. അങ്ങനെ ഒരു അബദ്ധം ലോകത്ത് ഏതെങ്കിലും ഒരു സമൂഹം ചെയ്യൂ? സാധാരണക്കാർക്ക് ഞാൻ പറയണേ, സാധാരണക്കാർക്ക് പറയണേ. അമേരിക്കയിൽ എന്തോ കളിക്കാത്തത്? ഇസ്രായേൽ എന്തോ കളിക്കാത്തത്? ടെല്ലവീവിലെ ഹോസ്പിറ്റലിലാണ് ISന്റെ പരിക്ക് പറ്റിയവരെ ചികിത്സിക്കുന്നത്. അബൂബക്കർ ബഗ്ദാദി ജൂതനായിരുന്നു. എന്തേലും മാത്രമല്ല, ISന്റെ പ്രഗത്ഭരായ നേതാക്കന്മാരൊക്കെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. മുസ്ലിമീങ്ങളെ കൊല്ലി എവിടെ നോക്കിയാലും മുസ്ലിങ്ങൾക്ക് നഷ്ടം. എന്നിട്ട് മുസ്ലിങ്ങൾ തീവ്രവാദികളാന്ന് പറയാ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നിങ്ങൾക്ക്, അമേരിക്കയുടെ, ബ്രിട്ടന്റെ, ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ 500 തവണ ഭൂമിയെ നശിപ്പിക്കാനുള്ള ആയുധം, 500 തവണ ഭൂമിയെ നശിപ്പിക്കാനുള്ള ആയുധം എന്ന് പറഞ്ഞാൽ ഒരു തവണ നശിപ്പിക്കാനുള്ള ആയുധം 500 തവണ. 500 ഭൂമി നശിപ്പിച്ചു, വീണ്ടും ഭൂമി ഉണ്ടായി, വീണ്ടും അങ്ങനെ 500 തവണ നശിപ്പിക്കാനുള്ള ആയുധമുണ്ട്. ഇനി ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചോ, ഈ 500 തവണ ഭൂമിയെ നശിപ്പിക്കാനുള്ള ആയുധം ആയുധപ്പുരയിലുണ്ടെങ്കിൽ, കോടീശ്വരന്മാരായ മുതലാളിമാരുമായുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ വാങ്ങിട്ടതാണെങ്കിൽ
അത് പൊട്ടാതെ ലാഭമുണ്ട്. ഞാൻ ഒന്നുകൂടി നിങ്ങളോട് പറഞ്ഞുതരാം. മനുഷ്യരെ തലച്ചോറ് ആർക്കും പണയപ്പെടുത്തരുത്. ഒരു പടക്കപ്പീടിയ നിറച്ചും പടക്കണ്ട്, വിഷുവിന് പൊട്ടില്ല എന്ന് ഹിന്ദുക്കൾ തീരുമാനിച്ചു എങ്കിൽ ആ സാധനം പൊട്ടുവോ മോനെ? ആ സാധനം പൊട്ടുവോ? പൊട്ടൂല, പൊട്ടൂല, അത് പൊട്ടില്ല. ഇനി ഞങ്ങളോട് ചോദിക്കുക, ഒരു കട നിറച്ചും ഫ്രൂട്ട് ഇട്ട് അത് വിൽക്കാതെ കെട്ടിക്കിടക്കുക, അത് വിൽക്കാൻ ആ മുതലാളി മാർഗം കാണാതിരിക്കുമോ? അമേരിക്കയുടെ ആയുധപ്പുരയിൽ കോടിക്കണക്കിന് ഉറുപ്പിന്റെ ആയുധം കൂടി നിൽക്കവേ ലോകം മുഴുവനും സമാധാന അന്തരീക്ഷം ഉണ്ടായി. ഈ കൂഞ്ഞ് എന്തിനാ ചങ്ങായിമാരെ? ഈ സാധനം എന്തിനാ? ലോകരാജ്യങ്ങളിൽ അവരുണ്ടാക്കി. ഇറാഖിലും പലസ്തീനിലും ചെച്ചനിയിലും കോസറോവയിലും ലബനാനിലും ഓസോയിലും അവർ കൊണ്ടുപോയി തുപ്പിയ ബോംബുകൾക്ക് കണക്കുണ്ടോ സുഹൃത്തുക്കളെ? ആ സാമ്രാജ്യത്തെ ശക്തികളെ കാണാതെ സൗദി അറേബ്യയിൽ തീവ്രവാദത്തിന്റെ ചാപ്പ കുത്തുന്നവരോട് യമനിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ, അവിടെയുള്ള ഏതേത് തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ ആദ്യമായി രംഗത്ത് വന്നത് സൗദി അറേബ്യ. 40 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത ഹജ്ജിൽ മഹാനായ ആലു ഷെയ്ഖിന്റെ പ്രസംഗം, ഫത്വകള്, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ വിഷയങ്ങൾ. അതുകൊണ്ട് ഞങ്ങളോട് പറയുന്നു, ഒരു മുസൽമാനെ അന്യായമായി കൊല്ലാൻ പറ്റുമോ? ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞോട്ടെ, 6 പേരെ കൊന്നൊരു കൊലയാളി കേരളത്തില് ഓനെ ചങ്ങല കിട്ടാ കൊണ്ടിരുന്ന ജയിലിൽ. എങ്ങനെ കഴുത്തിൽ വലിയ ഇരുമ്പിന്റെ വട്ട്, അത് ഇട്ടിട്ട് അതിലൂടെ ചങ്ങല ബന്ധിപ്പിച്ചിട്ട് കയ്യിന്റെ ഉള്ളിൽ കൂടെ ഇവിടെ 2 റിങ്, എന്നിട്ട് കാലില് വലിയ റിങ്, എന്നിട്ട് ചങ്ങലയിൽ ബന്ധിപ്പിച്ചിട്ട് നടക്കാൻ പറ്റാതെ അങ്ങനെ കൊണ്ട് 6 പേരെ കൊന്ന മനുഷ്യനെ. ഇനി ഞാൻ പറയുന്നത് താലുള്ള എല്ലാവരും ചിന്തിച്ചോളി. 6 പേരെ കൊന്നോനെ ഇவ்விധത്തിലാണ് കൊണ്ടുവരണമെങ്കിൽ അള്ളാന്റെ ഖുർആൻ പറയാട്ടോ, അന്യായമായ ഒരു മനുഷ്യനെ കൊന്നാൽ 715 കോടി മനുഷ്യരെ കൊന്ന കൊലയാളിയാണ് അവൻ. 6 പേരെ കൊന്നോനെ ഇவ்விധത്തിലാണ് കൊണ്ടുവരുന്നത്. ഒരു മനുഷ്യനെ അന്യായമായി കൊന്നാൽ 715 കോടി മനുഷ്യരെ. ഇനി 2 ആളെ നിരപരാധിയെ കൊന്നാൽ 715 കോടി മനുഷ്യരെ. 10 ആളെ നിരപരാധികളെ ബസ് സ്റ്റാൻഡിൽ വെച്ച് ബോംബിട്ട് കൊന്നാൽ 750 കോടി മനുഷ്യരെ. അത്ര ഗൗരവമായിട്ട് ലോകത്തിൽ ഒരു ഗ്രന്ഥവും തൽമൂദ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. അകാരണമായ ഒരു ജൂതനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ജൂതനെ കൊന്നവനെ പോലെ, അതാ വർഗീയത. ഖുർആൻ പറഞ്ഞതോ, അകാരണമായ ഒരു മനുഷ്യനെ കൊന്നാൽ. യുദ്ധരംഗത്തൊരു സ്ത്രീ കൊല്ലപ്പെട്ടു. അപ്പൊ പല ആളുകളും പ്രസംഗിക്കണത് കുത്തി കഴുത്ത് കീറി വെട്ടിവെച്ച് നുറുക്കി കത്തിച്ച് ചാമ്പലാക്കി ഒക്കെയാണ് IS കൊല്ലണത്. ഒരു എറുമ്പിനെ തീയിട്ടപ്പാണ് പ്രവാചകമാണ് തീയണക്ക്. ആര് പറഞ്ഞു നിങ്ങളോട് ഇവിടെ തീയിടാൻ? എന്നിട്ടല്ലേ മനുഷ്യനെ തീയിടുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ കൊന്നപ്പോ ലോകത്ത് ജനിക്കുന്ന കുട്ടികളൊക്കെ പാപികളാന്ന് പഠിപ്പിച്ച മതമുണ്ട് ലോകത്ത്. ജനിക്കുന്ന കുട്ടികളൊക്കെ പാപികളാണ്. പക്ഷെ കുട്ടികൾ കൊല്ലപ്പെട്ട റസൂലുള്ളാഹി എന്താ പറഞ്ഞേ? ശത്രുക്കളുടെ കുട്ടികളാണെന്ന് സഹാബത്ത് പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യ കുഞ്ഞും പരിശുദ്ധരാണ്. അതാ ഇസ്ലാം. ഇനി ഞങ്ങളോട് തുറന്നു പറയാട്ടോ, തുറന്നു പറയാ. ചിലർ തുറന്നു പറഞ്ഞിട്ടില്ലേ പലതോ പ്രശ്നമുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം കെ മൗലവി, വക്കം മൗലവി, അബ്ദുറഹ്മാൻ സാഹിബി, മൊയ്ദ് മൗലവി, MCC സഹോദരന്മാർ, ബഹുമാനനായ ഉമർ മൗലവി തുടങ്ങിയിട്ടുള്ള KP മുഹമ്മദ് മൗലവി തുടങ്ങിയിട്ടുള്ള മഹാന്മാരായ ആളുകൾ നയിച്ചൊരു പ്രസ്ഥാനം. ഇവിടുത്തെ ഒരു ഹിന്ദുവിനെ കൊന്നിട്ടുണ്ടോ? ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനെ കൊന്നിട്ടുണ്ടോ? ഇവിടുത്തെ ഒരു CPM-കാരനെ വെട്ടിയിട്ടുണ്ടോ? ഇവിടുത്തെ ഒരു BJP-കാരനെ കുത്തിയിട്ടുണ്ടോ? ഉണ്ടോ? തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഞാനും എന്നോട് പലരും പേഴ്സണലായി നമ്മൾ അനുഭവിക്കുന്ന ഓരോ ഇരയാക്കി നമ്മളൊക്കെ കൊണ്ടുവരുമ്പോ ഞങ്ങളോട് ഗൗരവമായിട്ട് പറയാം, ഉള്ളും പുറവും ഒന്നാ. ആകാശത്തിന്റെ നാഥൻ സാക്ഷി. ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിൽ തീവ്ര ചിന്താഗതിക്കാരായ ആളുകൾ വളർന്നാൽ ഞങ്ങൾ നോക്കിക്കോ. സുബൈർ മങ്കട എന്റെ ഗുരുനാഥനായിരുന്നു. 8ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകനായിരുന്നു സുബൈർ മങ്കട, എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ. ആ ഗുരുനാഥൻ മുജാഹിദ് പ്രസ്ഥാനത്ത് മാറിയിരുന്നു. കുറെ കാര്യങ്ങൾ അദ്ദേഹം ലോകത്തെ സലഫി ഉലമാക്കൾ പറയുന്നതിന് വിരുദ്ധമായി ചില കാഴ്ചപ്പാടുകൾ അദ്ദേഹം അവതരിപ്പിച്ചു. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ എതിർത്തവർ നമ്മൾ. ശേഷം ലോകത്ത് ഒരുപാട് എനിക്കറിയാം. ഇവിടുന്ന് കാണാതായ കുട്ടികൾ എന്ന് പറയുന്ന കുട്ടികൾ ചെറുവത്തൂര് ഭാഗത്തുനിന്ന്, കാസർഗോഡ് ജില്ലയുടെ പല ഭാഗത്തുനിന്ന്, പഠന ഭാഗത്തുനിന്നൊക്കെ പോയ കുട്ടികൾ. ആ കുട്ടികളെ അറിയാവുന്ന എന്റെ ചില സുഹൃത്തുക്കൾ
അവർ പറയണെന്നല്ല, അവർക്ക് ഏറ്റവും വെറുപ്പ് നിങ്ങളോടായിരുന്നു, എന്നോടായിരുന്നു. അവർ പറയണത് അമ്പലത്തിൽ പോയി പ്രസംഗിക്കുക വഴി അയാൾ കാത്തറായി പോയി. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ അവരെ വിമർശിച്ചത് നമ്മളെയാണ്. എന്നിട്ട് പ്രബോധനം പറയണത് എന്താണ്? ഞാൻ നേതൃത്വം നൽകിയ കൂട്ടായ്മയിലായിരുന്നു അവരുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ആ ഭാഗം കേൾക്കണോ? ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കണം. കേരളത്തിൽ നടന്നിട്ടുള്ള, ഇപ്പൊ നോക്കൂ, അബ്ദുൽ നാസർ മഅദനി, അദ്ദേഹത്തോട് നമ്മുടെ ഭരണകൂടങ്ങൾ കാണിക്കുന്നത് ശരിയല്ല എന്ന് നമുക്കൊക്കെ ഉറപ്പാണ്. പക്ഷേ അദ്ദേഹം IS ഉണ്ടാക്കി ഇവിടെ പ്രസംഗിച്ച കാലത്ത് നമ്മൾ അദ്ദേഹത്തെ എതിർത്തിട്ടില്ലേ? സിമി അതിന്റെ തീവ്ര നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ നമ്മൾ എതിർത്തിട്ടില്ലേ? നമ്മുടെ NDU പ്രവർത്തകർ ഇന്നവർക്ക് ആ മുഖമൊന്നുമില്ല. അവർ തീവ്രവാദം പറഞ്ഞ കാലത്ത് ബദർ, മുഹദും, ഖന്തക്കും, ഹുനൈനും, ഖാദിസിയയും മെഴുകുതിരി വട്ടത്തിൽ അവരിരുന്ന് ജനങ്ങളെ തീവ്രവാദം പഠിപ്പിച്ച കാലത്ത് നമ്മൾ അതിനെ എതിർത്തിട്ടില്ലേ? ഇല്ലേ? VC എന്ന് പറയുന്ന സംവിധാനം പോലും ഉണ്ടായപ്പോൾ നമ്മൾ എതിർത്തിട്ടില്ല സുഹൃത്തുക്കളെ. ഏത് സുഹൃത്തുക്കളെ, ഒരു സ്വകാര്യ മീറ്റിംഗിലെ ദുരന്തം പോലും നമ്മൾ ഖുർആൻ അടിസ്ഥാനത്തിൽ എതിർത്തിട്ടില്ലേ? എന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരേ ഒരു ഗ്രന്ഥം, മിക്ക സ്വകാര്യ മീറ്റിംഗുകളും പൈശാചികമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഗ്രന്ഥം, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മാറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. സൂറത്തുൽ നിസായിൽ ജനങ്ങൾക്ക് രഞ്ജിപ്പുണ്ടാകാനാകണം നിങ്ങളുടെ മീറ്റിംഗ്, നന്മ കൽപ്പിക്കാനാവണം നിങ്ങളുടെ മീറ്റിംഗ്, ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനല്ല. മുജാഹിദുകളുടെ ഒരു മീറ്റിംഗ് ഞാൻ ഉറച്ചു പറയും, കേന്ദ്ര ഇന്റലിജൻസിന്റെ നേതാക്കന്മാർ ഞങ്ങളുടെ മീറ്റിംഗിൽ വന്നിരുന്നാലും ഒന്നും കിട്ടൂല നിങ്ങൾക്ക്. കാരണം ഞങ്ങൾക്ക് ഉള്ളിലൊരു മുഖവും പുറത്തു വേറൊരു മുഖവും ഇല്ല. ഏത്? ഞാൻ എന്ന കൂട്ടായ്മയുടെ ഉള്ളിലല്ലേ ബാങ്കിനെ കുറിച്ച് പറഞ്ഞത്, പുറത്തല്ലല്ലോ. പള്ളിയിൽ എന്തൊക്കെ പറയുന്നുണ്ടെന്നല്ലേ ചോദിച്ചത്? അല്ലേ ഇന്നലെ ഉണ്ടായ വിവാദത്തിൽ വലിയ രാഷ്ട്രീയ നേതാവ് ചോദിച്ച എന്താ? അതൊരു സ്വകാര്യ മീറ്റിംഗിലല്ലേ? അപ്പൊ സ്വകാര്യ മീറ്റിംഗിൽ പലതും പറയാൻ മനസ്സിൽ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലേ എന്നൊരു ചോദ്യമാണ്. പള്ളിയുടെ പ്രസംഗം ആരെങ്കിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? അപകടം അതാ, മറ്റൊന്നല്ല. അതൊക്കെ പല കാലത്തും പലരും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ധ്വനി എന്താ അറിയോ? ഉള്ളിൽ പറയാൻ ഞങ്ങൾക്ക് പലതും ഉണ്ട്, അത് ഞങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച പറയേണ്ട വേദികളിൽ ഞങ്ങളത് പറയുന്ന പറഞ്ഞു. നമ്മള് വിചാരിക്കുന്ന ഇവിടെയൊക്കെ ആളുകളൊക്കെ പിന്നെ ചേർന്ന പോലെയാണ്, വിശല്യ. പക്ഷെ ഞാൻ പറയുന്നു, പല മനസ്സിലും വിശണ്ട്, സന്ദർഭത്തിന് തോലെടുത്തിട്ടുണ്ട്. കേരളത്തിന് സാക്ഷിയല്ല. മുജാഹിദ് പ്രസ്ഥാനം ഞങ്ങളോട് പറയാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിലെ മർക്കസുദ്ദാസ്ഥാനമായി പ്രവർത്തിക്കുന്നവരും TP അബ്ദുള്ള കോയം അതിന് നേതൃത്വം നൽകുന്ന മുജാഹിദ് പ്രസ്ഥാനവും ദേവാസമിതി ഉൾപ്പെടെയുള്ള ഈ കൂട്ടായ്മ തീവ്രവാദത്തെ ഏത് കാലഘട്ടത്തിലും എതിർത്തിട്ടുള്ളവരാണ്, ഭീകരവാദത്തെ ഏത് കാലഘട്ടത്തിലും എതിർത്തിട്ടുള്ളവരാണ്. അതിന്റെ 1-ാം തീയതി മുതൽ ബാബരി മസ്ജിദിന്റെ തായിക കുടങ്ങൾ ഒന്നൊന്നായി തല്ലിത്തകർത്ത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ കടക്ക് കത്തിവെച്ച ഡിസംബർ 6-ന് മാനവ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു മഹാസമ്മേളനം, മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന മഹാസമ്മേളനം അത് നടത്തിയ പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം. തീവ്രവാദത്തിന്റെ വിവിധ വശങ്ങൾ വിശദീകരിച്ച് ഗ്രന്ഥമെഴുതിയ പ്രസ്ഥാനം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പേനയെടുത്തതാര് എന്ന് മുസ്ലിം കൈരളിയോട് ചോദിച്ചാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജീവിച്ചിരിക്കുന്ന ആളാണല്ലോ, ET മുഹമ്മദ് ബഷീർ സാഹിബ് ജീവിച്ചിരിക്കുന്ന ആളാണല്ലോ, സാജി കവനാട് ജീവിച്ചിരിക്കുന്ന ആളാണല്ലോ. ചോദിച്ചു നോക്കൂ, 3 പേരോടും അവരുടെ നടുവിൽ CP സലീം കായി ഞാനും തീവ്രവാദത്തിന് എതിർത്ത് എത്ര വേദികൾ പങ്കിട്ടിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നോട് പറഞ്ഞത്, താത്വികമായി തീവ്രവാദത്തെ എതിർക്കാൻ നിങ്ങൾ തരുന്ന നോട്ടല്ലാത്തതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ ശരിക്ക് ചിന്തിക്കണം, നിങ്ങൾ ശരിക്ക് ആലോചിക്കണം. മുജാഹിദ് പ്രസ്ഥാനം ജീവിക്കുന്ന ഒരു നാട്ടിൽ ഒരു ഹിന്ദു പറയട്ടെ, അവിടെ ഒരു തീവ്രവാദം, ഓന്റെ താടി നീണ്ടൊക്കെ എനിക്ക് ഓനൊട്ടും പേടിയില്ല. എന്താ ഓൻ എന്താ? ആളുകൾക്കറിയാം ഓന്റെ ഇരുട്ടും പകലും വെളിച്ചമൊക്കെ കണക്കാ. ഞാൻ നിങ്ങളോടും പറയും, ഈ ഇരിക്കുന്ന നിങ്ങളോട്, ഇതൊരു വലിയ ഓഡിയൻസിന് മുമ്പിൽ പറയേണ്ടതാണ്. ഇൻഷാ അല്ലാ അത് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ ഇൻഷാ അല്ലാ ആയിരങ്ങൾ കേൾക്കുന്നിടത്ത് നമ്മൾ പറയും, ജനങ്ങളെ, തീവ്രവാദത്തിന്റെ ഒരു മൈന്യൂട്ട് നമ്മൾ സ്വീകരിക്കരുത്. മതത്തിൽ ബലാത്കാരമില്ല, മതനിർബന്ധ മതപരിവർത്തനമില്ല, ഒന്നുമില്ലേ. മുജാഹിദ് പ്രസ്ഥാനം നേർക്കുനേരെ ജനങ്ങളോട് പറയാൻ, മതം എന്നതാണ് നമ്മൾ പറയുന്നത്. ആ സ്വാതന്ത്ര്യത്തിന് കൂച്ചുബലം കിട്ടാൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്, അത് ദേശത്തിനെതിരാണ്. ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകിയ മൗലികമായ മതപ്രബോധനം അതൊരാളും തടുക്കരുത്. ഇതിന് ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത്, ആ മതപ്രബോധനം തുടരുക തന്നെ ചെയ്യും. ബീദിനില്ല. സാക്കിർ നായിക്കിനെ കുറിച്ച് ലോകത്ത് ഉണ്ടായിട്ടുള്ള പുകില് നിസ്സാരായിട്ടുണ്ടായതല്ല.
അത് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. ജാക്കിർ നായിക്ക് കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ ആരുമല്ല, ദേവസമിതിയുടെ ആരുമല്ല, ISMന്റെ MSMന്റെ ആരുമല്ല. പക്ഷെ കേരളത്തിൽ അദ്ദേഹത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ കാഴ്ചപ്പാടുകളെയും നൂലയ പരിശോധിച്ച് ഇവിടെ കൊണ്ടുവന്നത്. അദ്ദേഹം ലോകമറിയപ്പെട്ട ഒരു ഇസ്ലാമിക പ്രബോധകനാണ്. മത താരതമ്യ പഠനത്തിലൂടെ ഒരു മഹാവിദ്യാർത്ഥിയാണ്. എന്താ അദ്ദേഹത്തെ എതിർത്ത് ഏത് സന്ദർഭത്തിൽ നിങ്ങൾക്ക് തിരിഞ്ഞുണ്ടോ? സൂഫി സമ്മേളനം നടന്നല്ലോ ഇന്ത്യയിൽ. സൂഫി സമ്മേളനം, ഈ സൂഫി സമ്മേളനം ആരാണ്ടാക്കി? RSS ഉണ്ടാക്കിയാണ് സൂഫി സമ്മേളനം. ആ സമ്മേളനത്തിൽ മുസ്ലിങ്ങളുടെ ചില നേതാക്കന്മാരെ വിളിക്കണം. അതിന് കേരളത്തിൽ നിന്നാരെ എന്ത് എച്ചില് കിട്ടിയാലും അതിന്റെ ഒക്കെ പിന്നാലെ പോകുന്ന ഒരാളെ കേരളത്തിൽ നിന്ന് ആദ്യം വിളിച്ചു. സൂഫി സമ്മേളനം നടക്കുന്നതിന് മുമ്പ് അത് നിങ്ങൾ ആരും കറിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് അദ്ദേഹത്തെ ഇരുത്തി, അങ്ങനെ കുറെ ശിങ്കിടികളെ ഇരുത്തി, എന്നിട്ട് പറഞ്ഞു സൂഫി സമ്മേളനം ഞങ്ങൾ കണ്ടക്ട് ചെയ്യും. ആ സമ്മേളനത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഞങ്ങൾ ചില നീക്കങ്ങൾ നടത്തും. ആ നീക്കങ്ങളിൽ ലോകപ്രസിദ്ധ പ്രാസംഗികനായ സാക്കിർ നായിക്കിനെതിരെ ഞങ്ങൾ ചില സംഗതികൾ കൊണ്ടുവരും. അന്ന് ഞങ്ങളോടൊപ്പം തത്തുല്യമായി താങ്കൾ ഉണ്ടാകണം എന്ന് കേരളത്തിന്റെ ആ പുരോഹിതനോട് അവർ ആവശ്യപ്പെട്ടു. തത്തുല്യമായ വിമർശനവുമായി അദ്ദേഹം വന്നു. ലോകത്തിന്റെ ദേവത്തില്ലായ്മ ചെയ്യാന്നുള്ളതാണ്. എന്നിട്ട് IS അദ്ദേഹം റിക്രൂട്ട് ചെയ്യുന്നു പറഞ്ഞു. 20 ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ 20 പേര് അരിച്ചു പെറുക്കി അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടു. ആ പ്രസംഗത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് രാജ്യദ്രോഹപരമായ തീവ്രമതപരമായ ഒരു പരാമർശം ഉണ്ടായില്ല. അതിൽ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം പറഞ്ഞോട്ടെ. 25 കൊല്ലം ഒരാൾ പ്രസംഗിച്ചിട്ട് ഒറ്റ വാചകം തീവ്രവാദത്തിന് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ എത്ര ബലവത്തായ ഒരു വിശ്വാസത്തിനുടമയാണ് അദ്ദേഹം. ഇനി ഇന്ത്യ രാജ്യത്ത് പാർലമെന്റിൽ പറഞ്ഞ വാചകം എന്താ? ഭാരത് മാതാ കി ജയ് എന്ന് പറയാത്ത ഒരു നായിന്റെ മോനും ഇന്ത്യയിൽ ജീവിക്കേണ്ടെന്ന ഒരു MLA, ഇതിന്റെ വാക്കല്ലോ, ഒരു MLA പറഞ്ഞ വാചക. പിന്നെന്താ? സാദി ചക്ക പറിച്ചു. എന്താ സാദി പ്രാച്ചി? എന്തൊരു സാധനം? എന്താ പറഞ്ഞത്? 50 ലക്ഷം ഞാൻ തരും. എന്തിന്? ജാക്കിർ നായിക്കിന്റെ തലരിഞ്ഞ് എനിക്ക് കൊണ്ടുതന്നാല് ഞാൻ തരും, എന്റെ സംഘടനയല്ല. അപ്പൊ ആരോ ഫോൺ വിളിച്ച് ചോദിച്ചാലോ പെമ്പറന്നോളെ ഇതൊക്കെ പറ്റുമോ അവിടെ?